ഹലോ, വെൽക്കം ടു ബാലി എപ്പിസോഡ് 2. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബാലിയിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനും വേൾഡിലെ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി ആയിട്ടുള്ള ലുവാക് കോഫി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലാന്റേഷൻ്റെ സറൗണ്ടിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തേക്കൊരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ഒരു ബ്യൂട്ടി ഇപ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വയലിലൂടെയാണ് നമ്മുടെ പ്ലാന്റേഷനിലോട്ട് പോയത്. ഈ പ്ലാന്റേഷൻ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാനും നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആളെ ഫോളോ ചെയ്ത ആൾ നമുക്ക് എല്ലാ വെറൈറ്റീസ് ഓഫ് കോഫീസും അതിൻ്റെ കൊക്കോസിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ആൾ പറയണതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കോഫി ലുവാക് ഇത്ര എക്സ്പെൻസീവ് ആവാൻ കാരണം ഈ കോഫി ബീൻസ് ഏഷ്യൻ സിവറ്റ് കാറ്റ് എന്ന് പറഞ്ഞ ഒരു പൂച്ച കണ്ടു കഴിഞ്ഞാൽ ഒരു മരപ്പട്ടി പോലെ ഇരിക്കും കേട്ടോ. അത് നമുക്ക് അവിടെ കാണിച്ചു തന്നു അവർ. പക്ഷേ അത് ഉറങ്ങണ കാരണം എനിക്കത് വീഡിയോയിൽ മുഴുവനായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ ക്യാറ്റ് ഇത് കഴിച്ചിട്ട് അവരുടെ പൂപ്പിൽ ഈ ബീൻസ് ഉണ്ടാവും. അതിൻ്റെ തൊലി മാത്രമാണ് അവർ കഴിക്കുള്ളൂ. അത് അവർക്ക് ഡൈജസ്റ്റ് ആവുള്ളൂ. ആ കുരു അവരുടെ പൂപ്പിൽ നിന്ന് അത് പുറത്തേക്ക് വരും. എന്നിട്ട് അവരത് ഫിൽട്ടർ ചെയ്ത് കുറേ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് അത് ഉണക്കി പൊടിച്ചിട്ടാണ് ഈ കോഫി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇത്ര എക്സ്പെൻസീവ് ഈ കോഫിക്ക്. കണ്ടില്ലേ, എനിക്ക് ചെറുതായിട്ടാണ് അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇതാണ് അവർ കോഫി ബീൻ അതിന് കഴിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്, അതിൽ കാണിക്കുന്നത്. പിന്നെ അവിടെ കുറേ കൊക്കോസൊക്കെ ഉണ്ടായിരുന്നു. ഈ കോഫിക്ക് കുറേ മെഡിക്കൽ ബെനിഫിറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കോഫി മാത്രമല്ല കേട്ടോ, പലതരം സ്പൈസസും അതെല്ലാം കൊക്കോ ബീൻസും അതൊക്കെ അവിടെ അവർ ഉണക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമാണ് അവിടെ വച്ചിരുന്നത്. അത് മാത്രമല്ല, നമുക്ക് പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് അവർ അത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെയൊക്കെ ഒരു ലൈക്ക് ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊരു എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. ഫോട്ടോസൊക്കെ നമുക്ക് കുറേ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യായിരുന്നു കേട്ടോ. പണ്ടത്തെ പോലെ എങ്ങനെയാണ് അത് ചെയ്യണേന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിറകടുപ്പിൽ അത് ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഉരലിട്ട് പൊടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾക്കതൊക്കെ പുതിയൊരു അനുഭവമാണ്. അവർക്കതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്തൊന്നും നമുക്കിതിവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് കോഫി ടേസ്റ്റിംഗ് സെഷനിലോട്ടാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയാണ്, നല്ല കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണിത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഈ ട്രിപ്പ് പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഗീതു. ഞാൻ വ്ളോഗ് എടുക്കണ കണ്ടിട്ട് അവളൊരു പുതിയ വ്ളോഗറായതാണ്. അപ്പോൾ നമ്മളെ കോഫി ടേസ്റ്റിംഗ് സെഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. നിറയെ ഗ്രീനറിയാണ് കേട്ടോ, ചുറ്റും നിറയെ ചെടികളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പോയത് ടേസ്റ്റ് ചെയ്യാനാണ്. അവർക്ക് കുറേ അധികം വെറൈറ്റി ചായയും കോഫിയും ഒക്കെ അവിടെ ഉണ്ട്. അവിടേക്ക് ബബിൾ ഗം ടീ, അതേപോലെ തന്നെ ഹിബിസ്കസ് ടീ, അങ്ങനെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതാണ് അവരുടെ പ്ലാന്റേഷൻ. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ കയറിയത് കേട്ടോ. കയറി തുടങ്ങിയപ്പോഴാണ് ഫുള്ള് അതിൻ്റെ പലകകളൊക്കെ പൊട്ടിക്കിടക്കുന്നത്. എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് ഞാൻ അതിൻ്റെ മുകളിൽ കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ഫോട്ടോ ആൻഡ് വീഡിയോ സെഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോഫി ആൻഡ് ടീ എത്തി കേട്ടോ. ഒരു 10 വെറൈറ്റി ഓഫ് ടീ ആൻഡ് കോഫി അവർ കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ടേസ്റ്റ് നോക്കുകയായിരുന്നു കേട്ടോ. ആദ്യം ഈ ചെറിയ ഗ്ലാസ്സിൽ ടീ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത്രയേ ഉള്ളൂ, എങ്ങനെ ഇത്ര പേര് നമ്മൾ ഷെയർ ചെയ്യുക വിചാരിച്ചിരുന്നു. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായി, ഒരു സ്പൂൺ പോലും ഫുള്ളി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പല ഐറ്റംസും അത്രയും കയപ്പായിരുന്നു. അവർ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ലുവാക് കോഫി നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം, അത് കോംപ്ലിമെൻ്റ് അല്ല. അത് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഒന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അത് വാങ്ങി. പക്ഷേ ഭയങ്കര കയപ്പാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഭയങ്കര കയപ്പായിരുന്നു. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. പക്ഷെ കുട്ടികളൊക്കെ കഴിച്ചു. അവർക്ക് ചില കോഫിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ ഹിബിസ്കസിൻ്റെ ടീ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബബിൾ ഗമ്മിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ പോയത് അവിടുന്ന് സ്റ്റെപ്പ് ഫാമിംഗ് കാണാനാണ് കേട്ടോ. നമ്മളപ്പോൾ
ഒരു സ്റ്റെപ്പ് ഫാമിംഗ് ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. നമ്മൾ മെനു ഒക്കെ ചെക്ക് ചെയ്തു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഓർഡർ ചെയ്തത് നാസി ഗോരാൻ തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞ പോലെ ബാലിയിലത്തെ ഒരു ഫ്രൈഡ് റൈസാണ് സംഭവം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ടേസ്റ്റിന് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പോകാൻ പറ്റിയൊരു ഐറ്റം ആയിരുന്നു. അങ്ങനെ നമ്മൾ സീനിക് ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് ബാലിയിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ബാലി സ്വിങ്ങിലേട്ടാണ് കേട്ടോ. ബാലിയിലത്തെ മെയിൻ അട്രാക്ഷനാണ് ഈ ബാലി സ്വിങ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചത് ആകെ ഒരു സ്ഥലമേ ഉള്ളൂ ഈ സ്വിങ്ങിന്, നമ്മൾ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് കുറേ ഏജൻസീസൊക്കെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് നമുക്ക് അവിടുത്തെ ആംബിയൻസും സർവീസസും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്. ഓൾ ടുഗെദർ 8 ഫോട്ടോ ബൂത്ത്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിലെല്ലാം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഈ പയ്യന്മാർ തന്നെ, ഈ നമ്മൾ ഊഞ്ഞാലാട്ടം നിൽക്കുന്ന പയ്യന്മാർ തന്നെ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുത്തു തരും കേട്ടോ. അവർ എടുത്തെടുത്ത് ഇപ്പോൾ നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാലി ഡേ 2.